പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് CPM നേതാവ് EP ജയരാജൻ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് കേരളത്തിന്റെ തകർച്ചയായിരിക്കുമെന്നും ലോകത്തിന്റെ ഇന്നത്തെ നാശത്തിന് കാരണം ഇടതുപക്ഷം ദുർബലപ്പെടുന്നതാണെന്നും ജയരാജൻ ഓർമ്മപ്പെടുത്തി. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. അപ്രതീക്ഷിതമായ പരാജയമാണ് LDFനുണ്ടായത്. കേരളത്തിൽ ജനങ്ങൾക്കെതിരായി ഇത്തരമൊരു വിധി ഉണ്ടാകുമെന്ന് കണക്കാക്കിയില്ല. കേരളത്തിന്റെ എല്ലാ രംഗങ്ങളിലും പുരോഗതിയിലും അത്ഭുതാവഹമായ വളർച്ചയും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമാന്യഗതിയിൽ അനുകൂല വിധിയാണ് പ്രതീക്ഷിച്ചത്. ഫലം വന്നപ്പോൾ അപ്രതീക്ഷിതമായിപ്പോയി. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് കേരളത്തിന്റെ തകർച്ചയായിരിക്കും. ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നം ഇടതുപക്ഷത്തിന്റെ തകർച്ചയാണ്. വലതുപക്ഷ തീവ്രവാദിയാണ് ട്രംപ്. ആ വലതുപക്ഷ മുൻകൈ ആണ് ലോകത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ ജനങ്ങൾക്ക് വലിയ ദുഃഖം വരുത്തിവെക്കും. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും, ജയരാജൻ പറഞ്ഞു. സർക്കാരിനെതിരെ എന്തിന്റെ പേരിലാണ് വിരുദ്ധവികാരം? ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വലതുപക്ഷം ശക്തരാണ്. സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമാണ് അവരുടെ രംഗം. വലതുപക്ഷ ശക്തികളുടെ കൈവശമാണ് മാധ്യമ ശൃംഖല മുഴുവനെന്നും ജയരാജൻ പറഞ്ഞു. ഫ്യൂഡൽ ഭരണകാലത്തെ മാറ്റിമറിച്ച് നാടിന്റെ ജനാധിപത്യവും പൗരാവകാശവും നേടിയെടുക്കാൻ ഇടതുപക്ഷം ത്യാഗോജ്വല പ്രവർത്തനമാണ് നടത്തിയത്. അതിലൂടെയാണ് കേരളം പുരോഗതി നേടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF 102 സീറ്റ് നേടിയിട്ട് ഇന്ന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. 102 പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി കണ്ടെത്താൻ അവർക്കാകുന്നില്ല. എവിടെ എത്തിയിരിക്കുകയാണ് UDFും കോൺഗ്രസും? അത്യന്തം തകർച്ചയിലാണ്. ഈ തകർച്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വലതുപക്ഷ ശക്തികൾക്ക് കരുത്തുണ്ടാക്കും. BJP 3 സീറ്റ് നേടിയത് ദുഃഖത്തിന്റെ ആരംഭമാണ്. അതിന്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ UDF ശ്രമിച്ചില്ലെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളിൽ വേണ്ടത്. കൂട്ടായ ചർച്ചകളും കൂട്ടായ തീരുമാനങ്ങളുമാണ്. ഞാൻ വ്യക്തിപരമായൊരു അഭിപ്രായം പറയുന്നത് ഗുണത്തിനും ദോഷത്തിനുമാകാം. പക്ഷെ ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ആ കലക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റി ചേർന്ന് ചർച്ച ചെയ്താലേ അതിന്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയൂ. എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാനൊരു നിഗമനത്തിലെത്തി അഭിപ്രായം പറയുന്നത് ഗുണകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയാണ് ആദ്യം അഭിപ്രായങ്ങൾ പറയേണ്ടത്. പാർട്ടി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, LDF പറഞ്ഞു. പാർട്ടി നയങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു, മുന്നണി നയം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ? അതെന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രിയാവാൻ പെട്ടെന്ന് തീരുമാനിക്കണം. പ്രതിപക്ഷ നേതാവാകാൻ അത്ര പെട്ടെന്ന് തീരുമാനിക്കേണ്ട പ്രശ്നമില്ല. നിയമസഭ ചേരുമ്പോഴേ പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നം വരുന്നുള്ളൂ. അവിടെ നിങ്ങൾ ഇപ്പം തന്നെ എടുക്കണം. ആദ്യം നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ മുഖ്യമന്ത്രിയാക്കാനുള്ള ആളുകൾ തമ്മലടിച്ച് നടക്കുകയാണ്. അതാ പ്രശ്നം. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷം ഉണ്ടോ? ഇനിയിപ്പോ പ്രതിപക്ഷം ഇല്ലാതെ മുഖ്യമന്ത്രി ഇല്ലാതെ ആ ഭരണം അങ്ങ് പോയാലോ? പിന്നെ പ്രതിപക്ഷം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രതിപക്ഷം ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ട് ഒരു ഭരണം ഉണ്ടാകുന്നില്ല. പിന്നെ പ്രതിപക്ഷം ഉണ്ടോ? പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ ഇവിടെ അതാണ്, മുഖ്യമന്ത്രി ഇല്ലാതെ ഇങ്ങനെ തപ്പിത്തറിഞ്ഞ് നടക്കുകയാണ്. ഗ്രൂപ്പുകൾ മത്സരമാണ്. ആ മത്സരം മൂർച്ഛിച്ച് മുഖ്യമന്ത്രിയെ വേണ്ട എന്നുള്ള നിലയിലെത്തി. BJPയുടെ കൈവശം ഒരായുധമാവുകയാണെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട പ്രശ്നമുണ്ടോ? സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നുവെങ്കിൽ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. അത് അണികളെ കേട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഞങ്ങൾ ശരിയായ നിലയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക. അങ്ങനെ ഞങ്ങൾ നിശ്ചയിച്ചതിൽ എന്തൊക്കെ പെശകുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ഇതൊക്കെ വിശദമായി പരിശോധിച്ചാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ആ പരിശോധനയാണ് ഇപ്പോൾ